തൃശൂർ പാലപ്പള്ളിയിൽ പുലി ഇറങ്ങി തോട്ടം തൊഴിലാളികൾ താമസിക്കുന്ന പാടിയിൽ ഇന്ന് പുലർച്ചെയായിരുന്നു സംഭവം. പുലിയുടെ ആക്രമണത്തിൽ പശുക്കുട്ടിയെയും വളർത്തുനായയെയും പുലി കടിച്ചു കൊന്നു. പാടിക്ക് സമീപം കെട്ടിയിരുന്ന പശുക്കുട്ടിയെയും നായയുമാണ് പുലി കടിച്ചു കൊന്നത്. പശുക്കുട്ടിയുടെ ശരീരഭാഗങ്ങൾ ഭക്ഷിച്ച നിലയിലാണ്. നായയെ തൊട്ടടുത്ത പറമ്പിലാണ് ചങ്ങലയിൽ പൂട്ടിയിട്ടിരുന്നത്. പാടിയിലെ താമസക്കാർ രാവിലെ പുറത്തിറങ്ങി നോക്കിയപ്പോഴാണ് ഇവയെ ചത്ത നിലയിൽ കണ്ടത്. പശുവിനെയും നായയും ആക്രമിച്ചു കൊന്നത് പുലിയാണെന്ന് സ്ഥലത്തെത്തിയ വനപാലകർ സ്ഥിരീകരിച്ചു. 4 മാസം മുമ്പ് ഇതേ സ്ഥലത്ത് പുലിയിറങ്ങി വളർത്തുമൃഗങ്ങളെ ആക്രമിച്ചു കൊന്നിരുന്നു. പാലപ്പള്ളിയിൽ നിന്നും കാര്യംകുളത്തേക്കുള്ള റോഡിന് ചേർന്നുള്ള പാടിയിലാണ് പുലിയിറങ്ങി ഭീതി പരത്തിയത്. ഇവിടെയുള്ള 4 പാടികളിലായി നിരവധി കുടുംബങ്ങളാണ് താമസിക്കുന്നത്. പാടികൾക്ക് സമീപമുള്ള റബ്ബർ തോട്ടങ്ങൾ കാടുമൂടിക്കിടക്കുന്നതാണ് വന്യമൃഗശല്യത്തിന് കാരണമെന്ന് നാട്ടുകാർ പറയുന്നു. പരിസര പ്രദേശത്തെ കാട് വെട്ടിത്തെളിക്കാൻ പലതവണ നാട്ടുകാർ ആവശ്യപ്പെട്ടിട്ടും കമ്പനി അധികൃതർ നടപടിയെടുക്കുന്നില്ലെന്ന ആക്ഷേപമുണ്ട്. മേഖലയിൽ നിരന്തരം പുലിയുടെ ആക്രമണമുണ്ടായിട്ടും പുലിയെ കണ്ടെത്താനുള്ള ക്യാമറ സ്ഥാപിക്കാൻ വനംവകുപ്പ് ഇടപെടുന്നില്ലെന്ന് വാർഡ് മെമ്പർ സതി രവി പറഞ്ഞു. പാടിക്കാരും ഇവിടെ കുട്ടികളും മക്കളൊക്കെ ഉള്ളതാണ്. അവരൊക്കെ പേടിച്ചാണ് ഇവിടെ ജീവിക്കുന്നത്. പുലി വരുന്നുണ്ട് എന്ന് പറഞ്ഞ ആൾക്കാർക്ക് തെളിവ് വേണം, അങ്ങനെ വേണം, ഇങ്ങനെ വേണം. ഇതൊക്കെ തെളിവ് അടക്കം എല്ലാം ഉണ്ടായിട്ടും ഇതിനൊരു ശാശ്വത പരിഹാരം ഉണ്ടാക്കാം എന്ന് പറയുന്നതല്ലാതെ ഇന്ന് വരെ ഒരു ശാശ്വതമായൊരു പരിഹാരം, ഒരു ക്യാമറ വെക്കാന്ന് പറഞ്ഞിട്ട് പോലും ക്യാമറ വെച്ചിട്ടില്ല. ഫോറസ്റ്റ് വന്നു, മാനേജർമാർ ഇവരോടൊക്കെ ബന്ധപ്പെട്ട ആൾക്കാരോടൊക്കെ ഞങ്ങൾ പറഞ്ഞു. ആരും ഇതുവരെ ഇതിന് വേണ്ട ഒരു ശാശ്വതമായ പരിഹാരം ആരും എടുത്തിട്ടില്ല. കുട്ടികൾ കളിക്കുന്ന മുറ്റത്ത് പുലിയിറങ്ങിയതോടെ ഭീതിയിലാണ് പാടിയിലെ താമസക്കാർ. പുലിയെ പിടികൂടുന്നതിനുള്ള കൂട് സ്ഥാപിക്കണമെന്നും വന്യമൃഗശല്യം ഒഴിവാക്കാൻ അധികൃതർ ഇടപെടണമെന്നുമാണ് പാടിയിലെ താമസക്കാരുടെ ആവശ്യം. ഞങ്ങൾക്ക് ഒരു പാടി കിട്ടിയത് ഒരു ഉപകാരം. ഞങ്ങൾക്ക് ഒരു പെരണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഈ പാടിയിട്ട് നിൽക്കൂലായിരുന്നു. അത്ര പേടിച്ചാണ് ഞങ്ങൾ ഇവിടെ കഴിയുന്നത്. തൊട്ടപ്പുറത്ത് തന്നെയാണ് അടുക്കളന്റെ. ഞാൻ ഈ 2:45 ഒറ്റക്കാണ്. എനിക്ക് ഒരാൾ ഇതിനൊരു പരിഹാരം കാണുന്നില്ല. ഇതിനൊരു പരിഹാരം ഞങ്ങൾക്ക് കണ്ടേ പറ്റൂ. വാരാന്തപ്പള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് മീന മദന്റെ നേതൃത്വത്തിൽ പഞ്ചായത്ത് അംഗങ്ങളായ സതി രവി, സുഗറ മജീദ്, ലില്ലി ബേബി, ആൻസി തോമസ് എന്നിവർ സ്ഥലത്തെത്തിയിരുന്നു. മേഖലയിലെ വന്യജീവി ശല്യത്തിന് പരിഹാരം കാണാൻ വേണ്ട നടപടി എടുക്കണമെന്ന ആവശ്യവുമായി ഹാരിസൺ കമ്പനി മാനേജ്മെന്റുമായി പഞ്ചായത്ത് അധികൃതർ ചർച്ച നടത്തി. കേരള വിഷൻ ന്യൂസ്, തൃശൂർ.